സങ്കീർത്തന പുസ്തകങ്ങൾ 34 അധ്യായം 18 തിരുവചനം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ഉരുകിയ ഹൃദയങ്ങളെ തേടിയെത്തുന്ന ദൈവം, തകർന്ന മനസ്സുകളെ സുഖപ്പെടുത്തുന്ന ദൈവം. തിരുവചനത്താളുകളിലുടനീളം അനേക അനുഭവങ്ങൾ നാം വായിച്ചറിഞ്ഞിട്ടുണ്ട്. പാപനിയായി കല്ലേറുകൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീ ഓടി യേശുവിൻ്റെ കാൽക്കൽ അഭയം പ്രാപിക്കുമ്പോൾ അവൻ മനസ്സലിഞ്ഞ് അവളോട് കരുണ കാണിക്കുന്നുണ്ട്. തിരുവചനം ഇപ്രകാരം പറയുന്നു: യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. ഉള്ളലിഞ്ഞ് മനുഷ്യനെ തൊടുന്ന ദൈവം, ഉള്ളലിഞ്ഞ് മനുഷ്യൻ്റെ വേദനകളെ കാണുന്ന ദൈവം, ഉള്ളലിഞ്ഞ് മനുഷ്യനെ ആശ്ലേഷിക്കുന്ന ജീവിക്കുന്ന ദൈവം നമ്മുടെ യേശു. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ഉള്ളലിഞ്ഞ ദൈവത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ്. അനേക മനുഷ്യർ ആ സ്നേഹവും കരുണയും അവോളം അനുഭവിച്ചവരാണ്. അനേക മനുഷ്യ ഹൃദയങ്ങളെ ഇന്നും ഉള്ളലിഞ്ഞ് സ്പർശിക്കുന്ന ആ സ്നേഹം ആശ്ലേഷിച്ചു കൊണ്ടിരിക്കുന്നു. ആരൊക്കെ അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുവോ, ആരൊക്കെ ഹൃദയം തുറന്ന് വിളിക്കുന്നുവോ, അവരുടെ ജീവിതങ്ങളെ തൊട്ട് സുഖപ്പെടുത്താൻ, തൊട്ട് സമാധാനിപ്പിക്കാൻ, സൗഖ്യം നൽകാൻ, വിശുദ്ധീകരിക്കാൻ ഉള്ളലിയുന്ന ഒരു ദൈവം കാത്തു നിൽക്കുന്നു. നിറഞ്ഞ ഹൃദയത്തോടെ ഉള്ളലിഞ്ഞ് നമ്മെ സുഖപ്പെടുത്തുന്ന, സൗഖ്യപ്പെടുത്തുന്ന, ആശ്വസിപ്പിക്കുന്ന ആ യേശു അനുഭവത്തിലേക്ക് നമുക്ക് ഈ നിമിഷം ഒന്ന് കടന്നു പോകാം. കേട്ടലിഞ്ഞ് അരികിലേക്ക് വരുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. നമുക്ക് സ്തുതിച്ച് അവിടുത്തെ വാഴ്ത്താം. യേശുവേ നന്ദി, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയട്ടെ സകലരും. ഓ ദൈവമേ, നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 13 അധ്യായം 6 തിരുവചനം. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സങ്കീർത്തകനായ ദാവീദിൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ സ്തുതി കീർത്തനങ്ങളാൽ മുഖരിതമായിരുന്നു. ഓരോ നിമിഷങ്ങളിലും ദൈവത്തെ പാടി സ്തുതിച്ചിരുന്നു. ഓരോ സഹനവേളകളിലും ദൈവസന്നിധിയിൽ സ്തുതികൾ ആലപിച്ചിരുന്നു. നമുക്കും ദൈവത്തെ നിമിഷം ആരാധിക്കാം, സ്തുതിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോടെ നിലകൊള്ളാം. കഴിഞ്ഞ നാളുകളിൽ സഹനത്തിൻ്റെ താഴ്വരകളിൽ, ദുഃഖങ്ങളുടെ വേളകളിൽ നമ്മെ തേടിയെത്തിയ ദൈവം, ആ ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ആ ദൈവസ്നേഹ സ്മരണയിൽ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 30 തിരുവചനം. സ്നാപക യോഹന്നാനിലൂടെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറഞ്ഞു: അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. സ്തുതിച്ചാരാധിച്ച് ജീവിക്കുന്ന ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുകയാണിത്. ഓരോ നിമിഷവും ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. നമ്മളിലെ ഞാൻ, അഹം ഇല്ലാതാകണം.
യേശു നമ്മിൽ വളരണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. നിരന്തരം കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന വിശ്വാസികളുടെ ജീവിതങ്ങളിലുടനീളം യേശു വളരുകയും അവൻ കുറയുകയും ചെയ്യും. ഈ നിമിഷം ഹൃദയം തുറന്ന് സന്തോഷത്തോടെ നമ്മെ നയിച്ച് പരിപാലിച്ച ഈശോയെ നമുക്ക് ആരാധിച്ച് വാഴ്ത്താം. സ്തുതിയും ബഹുമാനവുമെല്ലാം ഈശോയ്ക്കായി നൽകേണമെന്നാളും മുഴുവനമോടെ. അവനേകിയ നന്മകളെല്ലാം ഓർക്കേണം, അതിനായി നന്ദി പറഞ്ഞു സ്തുതിക്കണം. ബലിയായി നിന്റെ ജീവിതം നൽകേണം ആ കൈകളിൽ. അവനോ വളർന്നിടണം, നീയോ കുറഞ്ഞിടണം. ബലിയായി നിന്റെ ജീവിതം നൽകേണം ആ കൈകളിൽ. അവനോ വളർന്നിടണം, നീയോ കുറഞ്ഞിടണം. സ്തുതിയും ബഹുമാനവുമെല്ലാം ഈശോയ്ക്കായി നൽകേണമെന്നാളും മുഴുവനമോടെ. അവനേകിയ നന്മകളെല്ലാം ഓർക്കേണം, അതിനായി നന്ദി പറഞ്ഞു സ്തുതിക്കണം. ജീവിതം ദാനമായി നാഥനേകിയില്ലേ, സ്വന്ത ബന്ധുക്കളെ ഏറെ നൽകിയില്ലേ. ജീവിതം ദാനമായി നാഥനേകിയില്ലേ, സ്വന്ത ബന്ധുക്കളെ ഏറെ നൽകിയില്ലേ. നിന്റെ പാപങ്ങളെ നീക്കിടുന്നതിനാൽ ക്രൂശിലേറി ഈശോ ജീവനേകിയില്ലേ. നിന്റെ പാപങ്ങളെ നീക്കിടുന്നതിനാൽ ക്രൂശിലേറി ഈശോ ജീവനേകിയില്ലേ. ബലിയായി നിന്റെ ജീവിതം നൽകേണം ആ കൈകളിൽ. അവനോ വളർന്നിടണം, നീയോ കുറഞ്ഞിടണം. ബലിയായി നിന്റെ ജീവിതം നൽകേണം ആ കൈകളിൽ. അവനോ വളർന്നിടണം, നീയോ കുറഞ്ഞിടണം. സ്തുതിയും ബഹുമാനവുമെല്ലാം ഈശോയ്ക്കായി നൽകേണമെന്നാളും മുഴുവനമോടെ. അവനേകിയ നന്മകളെല്ലാം ഓർക്കേണം, അതിനായി നന്ദി പറഞ്ഞു സ്തുതിക്കണം. നീ നടന്ന വഴിയിൽ നിൻ കരം പിടിച്ചു, നീ തളർന്ന നേരം തോളിലേറ്റി നിന്നെ. നീ നടന്ന വഴിയിൽ നിൻ കരം പിടിച്ചു, നീ തളർന്ന നേരം തോളിലേറ്റി നിന്നെ. നീ സഹിച്ചതെല്ലാം ഓർത്തിടുന്ന ദൈവം കാത്തുവച്ചിടും നിൻ കണ്ണുനീർക്കണങ്ങൾ. നീ സഹിച്ചതെല്ലാം ഓർത്തിടുന്ന ദൈവം കാത്തുവച്ചിടും നിൻ കണ്ണുനീർക്കണങ്ങൾ. ബലിയായി നിന്റെ ജീവിതം നൽകേണം ആ കൈകളിൽ. അവനോ വളർന്നിടണം,
നീയോ കുറഞ്ഞിടണം. ബലിയായി നിന്റെ ജീവിതം നൽകേണം ആ കൈകളിൽ. അവനോ വളർന്നിടണം, നീയോ കുറഞ്ഞിടണം. സ്തുതിയും ബഹുമാനവുമെല്ലാം ഈശോയ്ക്കായി നൽകേണമെന്നാളും മുഴുവനമോടെ. അവനേകിയ നന്മകളെല്ലാം ഓർക്കേണം, അതിനായി നന്ദി പറഞ്ഞു സ്തുതിക്കണം. കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ഉച്ച സ്വരത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളെ ബലിയായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഒരു സജീവ ബലിയായി സമർപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഇപ്രകാരം പറയാം: അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. എന്നിൽ ഞാൻ ഇല്ലാതായി ഈശോ എന്നിൽ മഹത്വപ്പെടണം. ഈ ഒരു ലക്ഷ്യത്തിനായി തുടർന്നുള്ള ജീവിതം മുഴുവൻ ഈശോയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. ആമേൻ. നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്കു വന്ന എൻ്റെ യേശുവേ,